ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ നിങ്ങൾ? ഒരു വീട്ടിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങി, ഇഷ്ടമുള്ള സമയത്ത് ഉറക്കം എണീറ്റ് ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു കൂട്ടുകുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ സഹകരിച്ചിട്ടൊന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. കേൾക്കുമ്പോൾ കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഇതൊരു റിയാലിറ്റിയാണ്. എന്താണോ നമ്മളുടെ ഇഷ്ടം അതിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ആളുകളായിട്ടൊക്കെ ഇടപഴകി അല്ലെങ്കിൽ മറ്റുള്ളവരോടൊത്ത് ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടൊക്കെ ജീവിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരോടൊപ്പമുള്ള ഒരു ലൈഫിന് നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. ഇത്തരം മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഒരു ജോയിൻറ്റ് ഫാമിലിയുമായിട്ടൊക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഞാനീ പറയുന്നത് ഒരിക്കലും ഒരു ജോയിൻറ്റ് ഫാമിലി ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ചല്ല കേട്ടോ. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ടൊരു സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാനീ പറയുന്നത്. നിങ്ങളുടെ ഒരു സ്പേസ്, നിങ്ങളുടെ ഒരു പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാനീ പറയുന്നത് മനസ്സിലാവും. നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് എന്തായാലും വേണം. ഒരുപാട് പ്രായമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്കൊരു ഫ്രീഡം കിട്ടുന്ന കാലത്ത് മതി എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കാതെ, ഇന്ന് നമ്മളൊരു ജോലിയൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്തോട് അടുത്തായിട്ട് നമ്മൾക്കൊരു വീട്ടിലേക്ക് ഒരു റെൻ്റൽ ഹോം ആണെങ്കിലും നമ്മൾക്ക് അവിടേക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇതൊരിക്കലും വീട്ടുകാരോടുള്ള ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൂടിയിട്ട് ഷെയർ ചെയ്യാനുള്ള താല്പര്യക്കുറവോ ഒന്നുമല്ല. നിങ്ങളൊക്കെ മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ പ്രൈവസിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ, അവരോട് ചോദിച്ചാലേ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ആളുകളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് ഉണ്ടാവും, ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ആരൊക്കെയാണോ ഉള്ളത് അവരുടെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അത് അവരോടൊക്കെ ഉള്ള ഇഷ്ടക്കുറവല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തോ ഭയങ്കര സെൽഫിഷ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണയിലൂടെയാണ് പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾക്ക് മാറി നിൽക്കാൻ ആഗ്രഹമുണ്ടോ? നമ്മൾ മാറി നിൽക്കുക. ഇനി എനിക്ക് ജോയിൻറ്റ് ഫാമിലിയിലാണ് എനിക്ക് നിൽക്കാൻ താല്പര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി അങ്ങനെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവിടെയാണ് ഞാൻ ബ്രേക്ക് കാണിക്കേണ്ടത്. എൻ്റെ ഇഷ്ടം ജോയിൻറ്റ് ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാൻ അതിൽ ജീവിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇഷ്ടം കൂടെ ഞാൻ കൺസിഡർ ചെയ്യാം. അവർക്കതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ജീവിക്കട്ടെ. നമ്മളുടെയൊക്കെ നാട്ടിലെ പ്രധാന ഹോബി അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ചിലരുടെയൊക്കെ പ്രധാന ഹോബി തന്നെ ഇതാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനേ ജീവിക്കുള്ളൂ, പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ അഭിപ്രായം പറയും, ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചിലരൊക്കെ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് അറിയില്ല, ഞാൻ ഒരുപാട് ലൈഫ് കണ്ട ആളാണ്, ഞാൻ ഒരുപാട് എക്സ്പീരിയൻസുകളുള്ള ആളാണ്, അപ്പം അവർക്ക് അറിയാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിട്ടാവും തോന്നുന്നുണ്ടാവുക. അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്, ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. സെൽഫ് കൺസെപ്റ്റും സെൽഫായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങൾ കൂടിയിട്ടുള്ള കുറച്ച് ആളുകളെ കുറിച്ചാണ്. കാലം കഴിയുമ്പോൾ മറ്റുള്ളവർക്കത് ബോധ്യപ്പെട്ടോളൂ. നിങ്ങൾ അവരോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല നിങ്ങളിങ്ങനെ മാറി നിന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വാല്യൂ മനസ്സിലാക്കുന്ന അന്ന് അവർ തിരിച്ചറിഞ്ഞോളൂ. ഇങ്ങനെ മറ്റുള്ളവരുടെ ഒരു ഇമ്പ്രഷന്, മറ്റുള്ളവരുടെ പ്രഷർ കൊണ്ടൊന്നും ഈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് പ്രത്യേകിച്ച് ഒരു ക്രൗഡിന് മുന്നിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും ഒരുപോലെയല്ല. മറ്റുള്ളവരെ എപ്പോഴും നമ്മൾക്കുള്ള ഒരു ടെൻഷനാണ്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരങ്ങനെ വിചാരിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കത് ഫീൽ ചെയ്യുമോ? ഒന്നുമില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല. നമ്മൾക്കിഷ്ടം എന്താണോ അത് ചെയ്യാം.
നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണോ അതിന് വേണം നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ. ചുറ്റുള്ള ആളുകളെ തമാശകളും ചുറ്റുള്ള ആളുകളുടെ തമാശകളും അവരെന്നെ കളിയാക്കുമ്പോൾ അത് തമാശയായിട്ട് എടുക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് കരുതലുകൾ നമുക്ക് വേണം. മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കാനും, മറ്റുള്ളവർ അവരവരുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മളെ ബാധിക്കാത്ത രീതിയിലൊക്കെ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതിന് പറ്റുന്ന ഒരു മൈൻഡ് സെറ്റുള്ള സമയത്ത് മാത്രം ഞാൻ പബ്ലിക്കിലേക്ക് ഇറങ്ങുക. ഇത് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്. അല്ലാത്ത സമയത്ത് നമ്മൾക്കിഷ്ടമില്ലാത്ത ആളുകളാണ്, നമ്മൾക്കിഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്, നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും എനിക്കൊന്നുകൂടെ നല്ലത്. അവിടെ എൻ്റെ സെൽഫ് ലവാണ് ഞാൻ കാണിക്കുന്നത്. ഒരിക്കലും എൻ്റെ ഒരു എൻ്റെ സ്വാർത്ഥതയോ മറ്റുള്ളവരോടുള്ള എൻ്റെ ഇഷ്ടക്കുറവോ അല്ല. എന്നെ ഞാനൊന്ന് സ്നേഹിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും മൈൻഡ് സെറ്റിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ചിന്തകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് മാറ്റിയെടുക്കണം. 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ വ്യക്തി ഞാനാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആളുകളിൽ നിന്നൊക്കെ മാറി എൻ്റെ മൈൻഡിന് പോസിറ്റീവ് കിട്ടുന്ന രീതിയിൽ, എനിക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ളൊരു സ്പേസിലേക്ക് ഞാൻ മാറാം. രണ്ടാമത്തേത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കാം എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഞാൻ ചെയ്യേണ്ടത് അവരുടെ അനാവശ്യമായിട്ട് അഭിപ്രായങ്ങൾക്ക് പോവാതിരിക്കുക. അവരുടെ പ്രൈവസി അതിനെ മാനിച്ചുകൊണ്ട് അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എൻ്റെ പ്രസൻസ് വേണമെങ്കിൽ ഞാൻ അവിടെ സംസാരിക്കുക. എൻ്റെ അഭിപ്രായം അവർ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരാഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അവിടെ അഭിപ്രായം പറയാം. ഇങ്ങനെ 2 രീതിയിൽ നമ്മൾക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇത്തരത്തിലുള്ള ലൈഫ് ചേഞ്ചിങ് ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.